കൺവെൻഷനലായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. സാറ് പറഞ്ഞു ഏതൊരു പാർട്ടിയിൽ നിന്നില്ലാന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ചെറിയ SDPI പോലുള്ള പാർട്ടികൾ മുതൽ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി CPIM വരെ എല്ലാവരെയും അതിനകത്ത് ഉണ്ട്. എല്ലാവരെയും അറിയില്ല, ചിലരെന്ന് സാറ് പറയുകയും ചെയ്തു. ഇവർ ഈ അഴിമതി നടത്തുന്നതും അവർ പണം സമ്പാദിക്കുന്നതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാട്ടിയാലല്ലേ നമുക്കിത് ഉറപ്പിച്ച് പറയാൻ പറ്റും. അല്ല, അതിന് നമ്മൾ മറ്റുള്ളവർ കുറ്റം പറയാതെ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ കാണിച്ചു കൊടുത്തത്, അവരവിടെ കാണിച്ചത്. കാരണം അവർക്ക് ആ പഞ്ചായത്തിൽ ഭരണം കിട്ടിയപ്പോൾ അവരൊരു കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് പ്രൊഫഷണൽ വേയിൽ അഴിമതിയില്ലാതെ ഒരു മുന്നൊരുക്കത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ അപ്പോൾ അവിടെ കാര്യങ്ങൾ വൃത്തിയായി. അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടായിരിക്കും. അത് നിങ്ങളെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. ഈ 2020 പ്രവർത്തനങ്ങളെപ്പറ്റി ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അതൊരു ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഈ പാർട്ടിയിൽ ഇപ്പം ഞാൻ ചേർന്നിട്ടുണ്ട്, ശ്രീനിവാസൻ ചേർന്നിട്ടുണ്ട്, സംവിധായകൻ സിദ്ദിഖ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്നും കാണാതെ അല്ലല്ലോ ചേരുന്നത്. അവർക്കൊക്കെ ഏറ്റവും എളുപ്പം എൻ്റെയൊക്കെ ഒരു സീനിയറായിട്ടുള്ള ആൾ പറഞ്ഞത്, നീയൊക്കെ പാർട്ടി ചേരുകയാണെങ്കിൽ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് പാർട്ടി ചേർന്ന ഒരു നല്ല സ്ഥാനം കിട്ടിയാനല്ലോ. ഇത് ഈ ഈർക്കിളി പാർട്ടി പോയി ചേരുന്നത് എന്ത് കിട്ടാനാ? നമുക്കൊന്നും കിട്ടാനല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഇലക്ഷനും നിൽക്കില്ല. നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. സപ്പോർട്ട് ചെയ്യാൻ മീൻസ് ഫിസിക്കലി, മെൻ്റലി, അല്പസ്വല്പം ഫിനാൻഷ്യലി. അപ്പോൾ ഇവർ പറയുന്നത് ഫിനാൻഷ്യലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഇത് ജനങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിലേ ഓക്കെ, ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ നമുക്കും വേണ്ട. പക്ഷേ ഈ കിഴക്കമ്പലത്തെ വികസനം കണ്ടിട്ട് അതിൻ്റെ തൊട്ട് ചുറ്റിക്കിടക്കുന്ന 4 പഞ്ചായത്തിൻ്റെ ഭരണം ഈ 2020 കിട്ടി. അതൊരു അത്ഭുതമാണ്. അത് അവർ കാര്യമായിട്ട് പ്രചരണം നടത്തിയില്ല. അതിൻ്റെ കാരണം എന്താ? അതൊരു ഹോപ്പാണ്. മറ്റു പഞ്ചായത്തിലൊന്നും ചെയ്തിട്ടില്ല. അതൊരു പ്രതീക്ഷ മാത്രമാണ്. അതായത് ഞങ്ങളുടെ നാടും ഈ 2020 പോലെ അല്ലെങ്കിൽ കിഴക്കമ്പലം പോലെ ആയാൽ എത്രയോ ഭേദം ആവുന്ന പ്രതീക്ഷയാണ്. ഞാൻ പറയും ഈ പ്രതീക്ഷകളാണല്ലോ സെല്ല് ചെയ്യുന്നത്. അതായത് ഞാൻ പറയും കേരളത്തിൽ ഈ കമ്മ്യൂണിസം വന്നതെങ്ങനെയാണ്? പ്രതീക്ഷകളാണ്. അതായത് റഷ്യയിൽ പാലും തേനുമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ചൈനയിൽ പാലും തേനുമാണ് ഒഴുകിക്കൊണ്ടിരിക്കണേന്ന് അത് ഇവിടെയും വരുത്താമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസം വന്നത്. പക്ഷേ എത്ര പാലൊഴുകി എത്ര തേനൊഴുകി എന്നുള്ളത് ചരിത്രം. അതേസമയം അവരുടെ സ്ഥിതിയും അത് അറിയില്ലേ. അതായത് ചൈനയിലും റഷ്യയിലായാലും ശരി കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഇല്ല, അത് വേറൊരു തരത്തിലുള്ള ഏകാധിപത്യമാണ്. അല്ലെങ്കിൽ അത് ഒരു കൂട്ടം പാർട്ടി നേതാക്കൾ ഭരിക്കുന്നു, അല്ലെങ്കിൽ റഷ്യ തകർന്ന് ഇലക്ഷനിലേക്ക് പോയി. ഞാൻ പറയുന്നത് നമ്മൾ ഇനിയെങ്കിലും കേരളം മാറി ചിന്തിക്കണ്ടേ. സാർ, ഇപ്പോൾ ഏകാധിപത്യത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇന്ത്യ BJP ഭരിക്കുന്നു. ഏകാധിപത്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം. ജർമ്മനിയിലെ ആംഗല മേർക്കൽ ഏകാധിപത്യം അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാം. പലവിധ പരീക്ഷണങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ US നമ്മൾ സിവിൽ വാർസ് മുതൽ പലതും കണ്ടിട്ടുണ്ട്. ജനാധിപത്യവും ഫൈറ്റും എല്ലാം. ഡൊണാൾഡ് ട്രംപ് ഏകാധിപതി ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആയിരുന്നു. എന്നില്ല വലിയ കോടീശ്വരനായിരുന്നില്ലേ? അതുമായിരുന്നു. അപ്പോൾ പലതും നമ്മൾ കാണുന്നുണ്ട് അക്രോസ് ദ വേൾഡ്. ഇപ്പോൾ സാറ് ഇപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾ, സാറിന് അറിയുന്നുണ്ടാവുമല്ലോ. പക്ഷേ ഈ ഒരു മൂവ്മെൻറ്റ് ഇതും ഒരു ഏകാധിപത്യത്തിലേക്ക് പോകില്ല എന്ന് ഉറപ്പുണ്ടോ? പണക്കാർക്ക് സ്വാധീനം കിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ? അല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറാണ്. അതായത് ഞാനും ഇവരെ സംശയത്തോടെ നോക്കിയിരുന്നു. അതായത് ആദ്യം ഞാൻ വിചാരിച്ചു ഇവരുടെ നേട്ടത്തിന് വേണ്ടിയാണോ. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അല്ല, ഇവരുടെ മാത്രം നേട്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ഇത്ര വളരില്ല. ആ തുടക്കത്തിൽ അങ്ങനത്തെ ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് പടിപടിയായിട്ട് അത് ജനങ്ങളിലേക്ക് വികേന്ദ്രീകരിച്ചു കൊടുത്തു. അവിടെ ഇങ്ങനെ വാർഡ് തോറും ഇത്ര വീടുകൾക്ക് ഒരു ജനപ്രതിനിധി പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അതിന് പിന്നെ ഒരു കൂട്ടായിട്ടുള്ള വേറെ അങ്ങനെ ഒരു പിരമിഡ് സ്ട്രക്ചർ അവർ കൊണ്ടുവന്നു. അപ്പോൾ ആ
വാർഡുകളിൽ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പാർട്ടി അറിയുന്ന ഒരു സ്റ്റേജ് വരെ എത്തി. അങ്ങനെയാണ് അവിടുത്തെ ഒരു നമ്മൾ പറയില്ല, അതായത് റിയൽ പ്രൊഫഷണൽ വേയിൽ. നേരത്തെ ചോദിച്ചു ഏകാധിപത്യം, എല്ലായിടത്തും ഒരു ലീഡർ വേണം, ലീഡർ. എന്നിട്ട് ആ ലീഡറെ തൊട്ട് താഴെ വേറെ കുറേ ലീഡേഴ്സ് വേണം. അല്ലാതെ എല്ലാ ലീഡറും ആളായി കഴിഞ്ഞാൽ ഒരു സ്ഥാപനം നടക്കുമോ? ഇല്ല. ഇപ്പം നമ്മുടെ അവിടെ തന്നെ ഓഫീസുകളിൽ ഒരു 3-4 MD പറ്റുമോ? ഇല്ല. ഒരു MD അല്ലെങ്കിൽ ജോയിൻ്റ് MDമാരാവാം, അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ചുമതലകൾ വികേന്ദ്രീകരിച്ച് കൊടുക്കണം. അതല്ലാതെ ഒരു സ്ഥാപനം നടക്കില്ല, ഇൻക്ലൂഡിങ് പൊളിറ്റിക്കൽ പാർട്ടി നടക്കില്ല. അപ്പോൾ ഞാൻ പറയും, ഞാൻ അവരുടെ വാക്കുകൾ തന്നെ കടമെടുത്തിട്ട് പറയും, പൂച്ച കറുത്തതാണോ വെളുത്തതാണോ എന്നല്ല, എലിയെ പിടിക്കുന്നുണ്ടോ എന്നാണ് ഇവർ പണ്ട് ചോദിക്കാറ്. അതായത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് എന്തുമാത്രം ഗുണം കിട്ടി. ഞാൻ പറയും, പണക്കാർ വീണ്ടും പണക്കാരാവുകയാണ് ചെയ്തത്, രാഷ്ട്രീയക്കാർ പണക്കാരാവുകയാണ് ചെയ്തത്. ഇന്ന് പണക്കാരല്ലാത്ത ഏത് രാഷ്ട്രീയക്കാരുണ്ട്? പണക്കാരല്ലാത്ത ഏത് രാഷ്ട്രീയക്കാരനുണ്ട്? ഒന്നല്ലെങ്കിൽ അയാളുടെ മക്കൾ ഒക്കെ വേറെ വിധത്തിൽ വലിയ പണക്കാരായിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാർ, അല്ലെങ്കിൽ ബന്ധുക്കൾ. അപ്പോൾ അത് ശരിയാണോ? അതായത് മറ്റ് പല രാജ്യങ്ങളിലും ഒരു പൊളിറ്റീഷ്യൻ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, നല്ല അറിവുണ്ടാവും, അവന് വേറെ എന്തെങ്കിലും ഒരു തൊഴിലുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോ, ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ജനാധിപത്യം എന്ന് പറയുന്ന അതിൽ തീർച്ചയായിട്ടും അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ സ്വന്തമായിട്ട് വേറെ ഏർപ്പാടുണ്ടാവും. ഇതങ്ങനെയല്ല. ഇത് കോളേജ് തൊട്ട് രാഷ്ട്രീയത്തിലിറങ്ങി നേതാവായി, കുട്ടി നേതാവായി, അങ്ങനെ. ഞാനിങ്ങനെ ആരെയും കുറ്റം പറയല്ല. ചിലരോട് ചോദിക്കുകയാണ് എന്താ ഏർപ്പാട്? ഞാൻ രാഷ്ട്രീയമാണ്. അല്ല, വേറെ എന്തെങ്കിലും സൈഡ് ബിസിനസ് ഉണ്ടോ? ഇല്ല, ഞാൻ ഫുൾ ടൈം രാഷ്ട്രീയമാണ്. അത് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അതായത് എന്നിട്ട് അവരാണ് ഒരു തൊഴിലും ചെയ്യാത്തവരാണ് ഈ എന്താ പറയുക യൂണിയൻ നേതാക്കളാവണത്. അവർ വേർപ്പിൻ്റെ വില അവർ കണ്ടിട്ടില്ല. അവരാണ് തൊഴിലാളികളെ ഭരിക്കുന്നത്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളിതിന് മുമ്പ് ചുമട് എടുത്തിരുന്നോ? നിങ്ങൾ കൂലിപ്പണി ചെയ്തിരുന്നോ? ഇല്ല. ഒരു സുഖമായിട്ട് ഇന്നോവ കാറിലൊക്കെ നടക്കുന്നു, വന്നിറങ്ങുന്നു, എന്നിട്ട് ഈ തൊഴിലാളികളെ ഭരിക്കുന്നു. ഇത് അവസാനിക്കേണ്ട കാലമായില്ലേന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ അവരെ തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ ജനങ്ങളും ഇത് കാണുന്നില്ലേ? കാരണം അവർക്ക് ഓപ്ഷനില്ല. കാരണം ഇതുവരെയ്ക്കും ഓപ്ഷനില്ലായിരുന്നു. കാരണം ഇടതുപക്ഷമായാലും ശരി, വലതുപക്ഷമായാലും ശരി, വർഗീയ പാർട്ടിയായാലും ശരി, ഒക്കെ ഒരേ പാറ്റേണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഭരണം കയ്യിൽ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ കുതന്ത്രങ്ങളും കാണിക്കുക. ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചില ഒത്തുകളികൾ വരെ എനിക്ക് അറിയാം. അതായത് ഏതെങ്കിലും ഒരു പാർട്ടി ഭരിക്കുകയാണെങ്കിൽ ഒരു ലൈസൻസിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ മറ്റവരെയും കൂടി കണ്ടേക്കേട്ടാ, അവരെ നിന്ന് പ്രശ്നങ്ങളുണ്ടാവരുതട്ടാ, എതിർപക്ഷത്തിൻ്റെ സൈഡിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാവാണ്ട് നോക്കിക്കോളണം, അപ്പോൾ അവരെയും പ്രീണിപ്പിച്ചേക്കണം. ഇതൊക്കെയാണ് ആസ് എ ബിസിനസ്മാൻ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതല്ലാതെ കുറേയും കൂടി സുതാര്യമായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടോയെന്നൊരു പരീക്ഷണമാണ്. അതില്ലെങ്കിൽ ഞാൻ തോറ്റു. അതായത് ഞാനല്ല, ഞങ്ങൾ തോറ്റു. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ളൊരു ശ്രമമാണ്, ഒരു ശ്രമം മാത്രം. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്കിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതുപോലെ ആ കിഴക്കമ്പലം മോഡൽ എറണാകുളത്തെ ചില നിയോജക മണ്ഡലത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ചിലർ ചോദിക്കും, നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഓക്കെ നിങ്ങളുടെ മറ്റേ ഇന്ത്യയുടെ വിദേശ പോളിസിയെപ്പറ്റി എന്ത് പറയുന്നു, പൗരത്വ ബില്ലിനെ പറ്റി എന്ത് പറയുന്നു? എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ ആ കൂടി 8 സ്ഥലത്താണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്തിനാണ് അതറിയണത്? തന്നെയല്ല, ഭരണത്തിൽ പങ്കാളികളാവില്ല. കാരണം ഇടത്തോട്ടും ചായയില്ല, വലത്തോട്ടും ചായയില്ല, വർഗീയ പാർട്ടിയെ കൂട്ടുപിടിക്കുകയില്ല. അപ്പോൾ ഭരണമല്ല പ്രതീക്ഷിക്കുന്നത്. അതായത് നാട്ടിൽ കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഒരു ലേബിൾ വേണം. ഒരു MLAക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്, പവറുണ്ട്. പക്ഷേ അതൊക്കെ ഈ വെയിറ്റിംഗ് ഷെഡ് പണിതിട്ട് അതിൻ്റെ പേര് എഴുതി വയ്ക്കാൻ മാത്രമല്ല. പക്ഷെ എല്ലാവരും അങ്ങനെയാണോ? അല്ല, ഞാൻ പറയുന്നത്, ഞാൻ എല്ലാവരും അടച്ചു കുറ്റം പറയല്ല.
എന്താണ് നമ്മുടെ നാട് ഈ നേരത്തെ പറഞ്ഞ മാതിരി പുരോഗതിയിലേക്ക് പോവാത്തത്?